ഹലോ ഗായ്സ്, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ആമസോണിന്ന് നല്ല മൂഞ്ചിക്കൽ പരിപാടീസ്. സോ എനിക്കും കിട്ടി ഗായ്സ് നമ്മുടെ ആമസോണിൻ്റെ മാത്രം മൂഞ്ചിക്കൽ പരിപാടി. സോ ആളെ എങ്ങനെ പറ്റിക്കാം ആക്രിസാധനം കൊടുത്തിട്ടെന്നാണ് നമുക്ക് നമ്മുടെ ആമസോൺ കാണിച്ചു തരുന്നത്. സോ നോട്ട് ദ പോയിന്റ് ഗായ്സ്, ആമസോൺ മൂഞ്ചിക്കൽ പരിപാടി തുടർന്നു കൊണ്ടിരിക്കുന്നു ഗായ്സ്. നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയണം കേട്ടോ, ഇത് മൂഞ്ചിക്കലാണോ, 8ൻ്റെ പണിയാണോ, 16ൻ്റെ പണിയാണോ, അതോ ആക്രിവാഹകൾ ഫ്രീ ആയിട്ട് കൊടുക്കുവാണോ, ക്യാഷ് നമ്മൾ അടച്ചിട്ട് നമുക്ക് തരുവാണോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ 8ൻ്റെ പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മൾ ആഗ്രഹിച്ച് ഓരോ പ്രോഡക്റ്റ് നമ്മൾ ഓർഡർ ചെയ്യും. സോ അതിൽ നമുക്ക് കിട്ടുന്ന 8ൻ്റെ പണിക്ക് ഒരു മാറ്റവും ഇല്ലാണ്ട് നമുക്കങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. അത് നല്ല അടിപൊളി മൂഞ്ചിയ പരിപാടി. നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്ക്, എന്നിട്ട് പറ ഞാൻ പറയുന്നത് വല്ല തെറ്റുണ്ടോ, അതോ എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന്. നമ്മൾ ഓരോരുത്തരും ഓരോ സാധനങ്ങളും ആഗ്രഹിച്ച് നമ്മൾ വാങ്ങുന്നത് എല്ലാവർക്കും ഭയങ്കര ഈസി വേയിലൊന്നല്ല കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ആഗ്രഹിച്ച് അവിടെ എത്തുന്നവരുണ്ട്. അതുപോലെ തന്നെ എല്ലാം ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ നേടിയെടുക്കുന്നവരുണ്ട്. പല കാറ്റഗറിയിലുള്ള ആളുകളാണ് നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉള്ളത്. അത്ര ആഗ്രഹിച്ച് നേടിയെടുക്കുന്ന ഓരോന്നും നമുക്ക് ഇതുപോലെ കൊട്ടാണ് തരുന്നതെന്നുണ്ടെങ്കിൽ, എന്നിട്ട് ഇങ്ങനെ നമുക്ക് കിട്ടുമ്പോൾ നമുക്കത് എത്രത്തോളം പെയിനാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. കുറച്ച് പെയിനാണെങ്കിൽ ഓക്കെ, ഒരിക്കലും അല്ല. നമ്മൾ അത്രയും ആഗ്രഹിച്ചൊരു സംഭവം നമുക്ക് ഇത്ര അട്ടർ ഫ്ലോപ്പായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമുക്ക് അത്രയും കൂടുതലാണ് നമ്മുടെ പെയിൻ എന്ന് പറയുന്നത്. പാക്കിംഗ് ആയിക്കോട്ടെ, എല്ലാം അത്രയും കൂതറയിലാണ് അവർ പാക്ക് ചെയ്ത് വിട്ടിട്ടുള്ളത്. ഒരിക്കലും നമ്മുടെ പാക്കിങ്, നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് അതിനെ നോക്കി കാണും. എന്ത് ഒരു ചെറിയ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും അതിൽ പാക്കിംഗ് എത്രത്തോളം പെർഫെക്ഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാറുണ്ട്. അതുപോലും മര്യാദയ്ക്ക് ചെയ്യാണ്ടാണ് ഫുള്ള് മണ്ണും ചെളിയും ആകെ ഒരു ആക്രി മോഡലായിരുന്നു നമുക്ക് കിട്ടിയ ബോക്സിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഫുള്ള് കീറിയിട്ട് അതുപോലും മര്യാദക്ക് ടാപ്പ് ചെയ്ത് ഒട്ടിക്ക് പോലും ചെയ്യാതെയാണ് നമുക്ക് അവർ ഡെലിവറി ചെയ്തിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ പഴയ ഒരു ആക്രി ബോക്സ് അയച്ചു, അങ്ങനെ തന്നെ പറയാം. വേറെ ഒന്നും നമുക്കതിൽ പറയാം. അവരിതേപോലെ തന്നെ ഒരുപാട് മുമ്പ് ആളുകളെ പറ്റിച്ച് അവർക്ക് അങ്ങോട്ട് അയച്ച് മടുത്ത് റിട്ടേൺ വന്ന ബോക്സ്, അതിൻ്റെ ഉള്ളിൽ അതിനേക്കാൾ വെടിക്കെട്ട് സാധനമാണ്. നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കിയിട്ട് പറയൂ, ഇതിൻ്റെ ഈ ബോക്സോ ഇങ്ങനെ ബോക്സിൻ്റെ ഉള്ളിലിരിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ഒരു വൃത്തി എന്ന് പറയുന്നത്, നമ്മുടെ ആക്രിക്കടയിൽ പോയാൽ പോലും നമുക്ക് ഇതിനേക്കാളും നല്ല പ്രൊഡക്റ്റ് നമുക്ക് തന്നെ പോയിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന രീതി ഇന്നത്തെ ആക്രിക്കടകൾക്കുണ്ട്. നമ്മൾ ഒരിക്കലും അതിനെ നമ്മൾ താഴ്ത്തി കെട്ടി പറയുകയല്ല കേട്ടോ. നമ്മൾ ഇത്രയും ക്യാഷ് മുടക്കി ഓർഡർ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഇതാണ് അവസ്ഥ. ആ ഒരു പെയിനാണ്. ഓക്കെ, അത് കിട്ടിയിട്ടുള്ളവർക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ കണ്ണ് തുറന്ന് കാണും. നിങ്ങൾ കണ്ണ് തുറന്ന് കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയാം, ഞാൻ പറയുന്നത് തെറ്റാണോ അതോ അവർ ചെയ്ത കാര്യമാണോ ശരി എന്നുള്ളത്. അവർ ഇതുപോലെ ആക്രിക്കാർക്ക് കൊടുക്കാൻ വെച്ച ബോക്സും ആക്രിക്കാർക്ക് കൊടുക്കാൻ വെച്ച സാധനങ്ങളൊക്കെയാണ് ബോക്സിലാക്കിയിട്ട് നമ്മളെപ്പോലെ ഓർഡർ ചെയ്യുന്ന കസ്റ്റമേഴ്സിന് അവർ സെയിൽ ചെയ്യുന്നത്. അവരുടെ വിചാരം നമ്മളെക്കാൾ ബുദ്ധിമാന്മാരാണ് അവരെന്നാണ്. നമ്മൾ ഈ ഫോണും കുത്തി നമ്മൾ ഈ ആമസോണിൽ കയറി പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് അതിൻ്റെ ഫണ്ട് വരെ നമ്മൾ അയച്ചു കൊടുത്തിട്ടാണ് നമുക്ക് അവർ പ്രൊഡക്റ്റ് അയച്ചു തരുന്നത്. അങ്ങനെ അയച്ചു തരുന്ന നമ്മൾ മണ്ടന്മാർ, അവർ ഭയങ്കര ബുദ്ധിമാന്മാർ. കാരണം അവരുടെ ഒരിക്കലും നമുക്ക്
അവർ ഫ്രീ ആയിട്ടല്ല പ്രൊഡക്റ്റ് തരുന്നത്, അവരുടെ ഔദാര്യമല്ല, ഒന്നും അല്ല തരുന്നത്. എന്നിട്ടും നമ്മൾക്ക് ഇതാണ് അവസ്ഥ എങ്കിൽ എങ്ങനെ നമ്മൾ ഒരു ഓർഡർ ചെയ്യും ഇവരെ വിശ്വസിച്ചിട്ട്? എല്ലാം ഇതാണ് അവസ്ഥ. അറ്റ്ലീസ്റ്റ് ഉള്ളിലുള്ള പ്രൊഡക്റ്റെങ്കിലും കുറച്ച് വൃത്തി, നീറ്റ്നെസ്. ഞാൻ ഓർഡർ ചെയ്ത സംഭവം വേറെ, എനിക്ക് കിട്ടിയ സംഭവം വേറെ. അതാണ് ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത്. സോ എനിക്ക് കിട്ടിയത് നോക്കൂ ഗായ്സ്, ആക്രിക്ക് ഞാൻ ഓർഡർ കൊടുത്തത് ട്രൈപോഡ് സ്റ്റാൻഡ് ആയിരുന്നു. എനിക്ക് വന്നത് നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ, ലൈറ്റിംഗ് സ്റ്റാൻഡാണ്. സോ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു അവരെ കൊണ്ട് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഫ്രണ്ട്സ്. നമ്മൾ ട്രൈപോഡിൻ്റെ ബോക്സിൻ്റെ ഉള്ളിലാണ് ഈ ആക്രി തോട്ടി നിറച്ചിട്ട് അവരെനിക്ക് അയച്ചിട്ടുള്ളത്. സോ ചീറ്റിംഗ് എന്ന് പറഞ്ഞാണ്ടല്ലോ, ഇമ്മാതിരി ചീറ്റിങ്. ഇവർക്ക് ഇതൊന്നും ചെയ്യാൻ ഒരു നാണം ഒരു മാനം ഇല്ലാണ്ടാണ് അവർ നമ്മൾ